Hello students, question number 5 from class 9th motion, NCERT exercise. Question number 5, 4 വരെയുള്ള question നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് already. A driver of a car traveling at 52 km per hour applies the brakes and accelerates uniformly in opposite direction. The car stops in 5 seconds. Another driver going at 3 km per hour in another car applies his brake slowly and stops in 10 seconds. On the same graph paper, plot the speed versus time graph for the two graph. Which of the two cars traveled farther after the brakes were applied? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. സ്പീഡ് വേഴ്സസ് ടൈം ഗ്രാഫ്. സ്പീഡ് വേഴ്സസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഏതാണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് എസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയായിരുന്നു? ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഡ്രൈവറെ കാര്യങ്ങളും രണ്ട് കാറിൻ്റെ കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ കാറ് നമുക്ക് സപ്പോസ് എ ആണെന്ന് വിചാരിക്കാം. കാറ് എ ആണെങ്കിൽ ട്രാവലിംഗ് അറ്റ് 52 km per hour എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾറെഡി ഈ കാറ് 52 km per hour ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 52 km per hour ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 52 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. കാൽക്കുലേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് 14.4 വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് വെച്ച് നിർത്താം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് ഇത്രയാണ് യു. ഈ യു എപ്പോഴാണ്? ആ സമയത്ത് ടൈം 0 ആണ്, മെഷർ ചെയ്യുന്ന സമയത്തല്ലേ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലേ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വണ്ടി കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും അല്ലേ. അപ്പോൾ അവിടെ എത്ര സമയം എടുത്തിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത്? 5 സെക്കൻഡ് എടുത്തിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ടൈം 5 സെക്കൻഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി 0 ആവും, കാർ അവിടെ സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 2 സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. അതായത് ടൈം 0 ആവുമ്പോൾ 14.4, അതേപോലെ ടൈം 5 ആവുമ്പോൾ v0. അതായത് നമ്മുടെ വാല്യൂ t, u or v ആണ് കേട്ടോ, അല്ലേ. എക്സ് വൈ ആണിത്, എക്സ് വൈ, എക്സ് ആക്സിസിൽ ടിയും വൈ ആക്സിസിൽ യുവും. ഓക്കെ, അതൊക്കെ ഗ്രാഫിൻ്റെ കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഗ്രാഫ് കാറ് ബിയുടെ കാര്യം നമ്മൾ ഇതുപോലെ എഴുതണം. കാർ ബിയുടെ കാര്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കാർ ബി ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇനീഷ്യൽ സ്പീഡ് തന്നെയാണല്ലോ. അതായത് ഇവിടെ അനദർ ഡ്രൈവർ ഗോയിങ് അറ്റ് 3 km per hour. അപ്പോൾ ഇവിടെ യു എത്രയാണ്? യു ഈസ് ഈക്വൽ ടു 3 km per hour. ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3 ഇൻറ്റു 5/18 ഈസ് ഈക്വൽ ടു 0.83 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അതായത് ടൈം 0 ആയിരിക്കുമ്പോഴാണ് ഇത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? 10 സെക്കൻഡിന് ശേഷം അല്ലേ, 10 സെക്കൻഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വണ്ടി സ്റ്റോപ്പ് ആവുന്നു. അതായത് v ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയുള്ള പോയിൻറ്റ്സ് ഏതാ? നേരത്തെ എഴുതിയതുപോലെ ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി 0.83, ഇതൊരു പോയിൻറ്റ്. അടുത്തത് ടൈം 10 ആകുമ്പോൾ വെലോസിറ്റി 0. അപ്പോൾ രണ്ടിൻ്റെയും 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഞാനിവിടെ ആക്സിസ് വരച്ചിട്ടുണ്ട്. ടൈമാണ് വേണ്ടത്. ടൈം 10 വരെ വരുന്നുള്ളൂ അല്ലേ. 5 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ അത്രയും ടൈമിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 1, 2, 3, 4, 7, 8, 9, 10. ഓക്കെ, 10 വരെ ആയിട്ടുണ്ട്. വൈ ആക്സിസിൽ 14 വരെ വേണം. ഞാനിപ്പോൾ ഇവിടെ 1, 2, 3 എഴുതി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ഹൈറ്റ് വരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? 2, 4, 6 എന്ന് എടുക്കുകയാണേ. 2, 4, 6, 8, 10, 12, കഷ്ടിച്ച് 14 വരെ കിട്ടി, 16. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് കാർ എയുടെ ഗ്രാഫ് വരക്കാം. 0 and 14.4. ടൈം 0 എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ്.
ടൈം 0 ആകുമ്പോൾ 14.4 ആണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. അപ്പോൾ ഇത് 14 ആണ്. അപ്പോൾ ഒരു 14.4 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇത്രയും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റോ, സെക്കൻഡ് പോയിൻറ്റ് 5 and 0 ആണ്. അതായത് ടൈം 5 വെലോസിറ്റി 0 അല്ലേ. വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ ഇതാണ് ഒറിജിനാണ്. വെലോസിറ്റി 0 ആകുന്നത് ഒറിജിനൽ അല്ലേ. അപ്പോൾ ടൈം 5 വെലോസിറ്റി 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഒരു സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം. ഗ്രാഫ് പേപ്പറിലാണ് വരക്കുന്നതെങ്കിലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർ എയുടെ ഗ്രാഫ് കേട്ടോ, കാർ എയുടെ ഗ്രാഫ്. ഇനി കാർ ബിയുടേത് നമുക്കിതുപോലെ വരയ്ക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഏതാ, 0യും 0.83യും. 0.83 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം, അതായത് 2ൻ്റെയും 0ൻ്റെയും ഇടയിൽ ഒരു 1 വരും ഏകദേശം ഇവിടെ അല്ലേ. അപ്പോൾ 0.8 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതൊരു ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം അല്ലേ. 0.83യും 0യും. 10 and 0 എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ 10 ഇവിടെ, വൈ ആക്സിസിൽ 0, അതായത് ഇതായിരിക്കും പോയിൻറ്റ്. ഓക്കെ, ഇത് വരക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് 1, 2, 3 ആണ് എടുത്തതെങ്കിൽ കുറച്ചുകൂടി ക്ലിയറായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്യാം. 1, 2, 3 എടുക്കുന്നതായിരുന്നു നല്ലത് കേട്ടോ. ഞാനിപ്പം 2, 4 അങ്ങനെ എടുത്തത് കൊണ്ടാണ് ഗ്രാഫ് വളരെ ചെറുതായിപ്പോയത്, അതായത് വലിപ്പം. ഓക്കെ, ഇതിവിടെ കറക്റ്റായി ജോയിൻ ചെയ്തു. അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഏതാണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എന്നാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോ പേരുകൾ കൊടുക്കാം. എ കൊടുത്തു, ഒ കൊടുത്തു, ഇവിടെ നമുക്ക് ബി കൊടുക്കാം, ഇവിടെ ഒരു സിയും ഇവിടെ ഒരു ഡിയും നമ്മൾ കൊടുത്താൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOD ആണ്. അതായത് AD ആണ് അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിൾ അല്ലേ, ഈ ഗ്രാഫ് CB എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ, അതായത് ട്രയാങ്കിൾ COB, ഏരിയ ഓഫ് ട്രയാങ്കിൾ COB. ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം ½ BH ആണല്ലോ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ CD ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, OA. ഇത് CD അല്ല, നമ്മുടെ ട്രയാങ്കിൾ ഇതല്ലേ, OD ആണ്. OD ഇൻറ്റു OA, ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു OD എത്രയാണ്, OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ആ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തതാണല്ലോ, 14.4 ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 36.1 മീറ്ററിന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ COB കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ COB ഈക്വൽ ടു ½ ഇൻറ്റു ബേസ് എത്രയാണ്, ചെറിയ ട്രയാങ്കിളുടെ ബേസ് ഈ ലെങ്ത് ഉള്ളതാണ്, OB ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് വളരെ ചെറുതാണ്, OC. ദിസ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു OB ഈസ് 10, OC 0.83 ആയിരുന്നല്ലോ, 0.83. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.15 മീറ്ററിന് കിട്ടും. അപ്പോൾ ഏത് കാറാണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത്, കാർ എ ആണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഗ്രാഫുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നീഡുകൾ എന്തെല്ലാം എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ.